ഗൈസ്, ഞാൻ ഇമയാ. കണ്ടോ, എന്റെ ഒരു ദിവസം നിങ്ങളൊന്ന് നോക്കണം. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തിക്ക്. ഇവിടുത്തെ അമ്മ പറയും ഞാൻ മഹാവികൃതിയും കുസൃതിയും എന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എനിക്ക് തോന്നുന്നു ഒക്കെ ചെയ്യും. ഈ ചേച്ചി രാവിലെ എഴുന്നേറ്റ് എടുത്ത് സ്കൂളിൽ പോകാൻ ഒരുങ്ങിയ ചെന്നെ ഭക്ഷണവും തന്നു. കണ്ടില്ലേ നിങ്ങള്? ഒരേ പോപ്കോൺ എനിക്ക് വെച്ച് തരുന്നത്. എനിക്ക് വല്ലാവോ? കുറച്ചേറെ പോപ്കോൺ ഒക്കെ എനിക്ക് വെച്ച് തരണ്ടേ? ഓരോന്നായിട്ട് ഇങ്ങോട്ട് തരും. എന്നിട്ട് അത് താഴെ ഇടും. അവർക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ അവരെനിക്ക് തരുന്നു. ഞാൻ സമ്മതിക്കുവോ അങ്ങനൊക്കെ? അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അവിടെ ഇരുന്ന് അവരെ കൊണ്ട് ചെയ്യാവുന്ന ദ്രോഹം എല്ലാം ഞാൻ ചെയ്യും. നോക്കിക്കേ നിങ്ങള്, ഒരെണ്ണം വെച്ചല്ലാതെ ഒന്നി കൂടുതലുണ്ടോ? അതില്ലതാനും, കുറച്ചേ ഉള്ളൂ. അത് എന്നെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തും അവര്. നോക്കിക്കേ, കണ്ടോ? നോക്കിക്കേ ഗൈസ്, നിങ്ങൾ തന്നെ പറ, ഞാൻ ഇതിനെന്താ ഇവരോട് ചെയ്യേണ്ടത്? ഒരു ഭയങ്കര ശല്യമാണ്. അത് എല്ലാവരും അതെ. ഒരു ചള്ളയുണ്ട് അവിടുന്ന്. ഞാൻ നേരെ ഒരു ചേട്ടമ്മനുണ്ട്, ആ ചേട്ടനെ കാണാനായിട്ട് അങ്ങോട്ട് പോയതാ. അനങ്ങാതെ നിന്നപ്പോ ഉണ്ട് ആ ചേട്ടൻ എത്തി നോക്കുന്നു എന്നെ. നിങ്ങൾക്ക് കാണാം, ഭയങ്കര ശല്യമാ ചേട്ടന് എന്നോട്. ആടെ വന്നു ഇവിടുത്തെ ആ തള്ള. നോക്കാൻ അവർക്ക് ഇട്ട എന്നേക്കാളും ഇട്ട ആ മോനോടാ കേട്ടോ. ആ മോനാണ്ട് എത്തി നോക്കുന്നുണ്ട്. ഇപ്പൊ നോക്കുവേ അവനെ ഞാൻ പേടിപ്പിച്ച് അവിടെ നിർത്തിയേക്കുവാ. അതാ അവൻ വരാത്തത്. എന്നെ ഇച്ചിരി പേടിയൊക്കെയാണ്. ഞാൻ ഇങ്ങനെ ഇരുന്നാലും ഇച്ചിരി സാധനം മൂപ്പാ. കണ്ടോ, നോക്കിക്കേ. നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് അവനെ? എനിക്ക് കാണാൻ നന്നായിട്ട്. അവനെ പിന്നെ സ്വല്പം പേടി. വിശക്കുന്നു. ഇനി ബെഡ് തിന്ന. എനിക്ക് ഇഷ്ടം ബെഡും മുട്ടയാണ്. എളുപ്പം അങ്ങ് തിന്ന. അല്ലെങ്കിൽ ആരേലും വന്ന് കൈയിട്ട് വാരിയാലോ. വിശ്വസിക്കാൻ പറ്റൂല ഇവിടെ ഉള്ളവരെ. എന്റെ വാദത്തിൽ കൈയിട്ട് വാരിക്കൊണ്ട് പോകും. ചറവറാന്ന് ഫ്രിജിന്റെ അതേ നടക്കും. ടിക്കറ്റ് ഉണ്ട്, അതാരും എടുക്കൂല കേട്ടോ. ഈ ബെഡും മുട്ടയൊക്കെ എടുക്കും. ചോറ് എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ ഗൈസ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അവര് എപ്പോഴും ചോറ് തരാൻ നോക്കും. ഞാൻ കഴിക്കൂല. എനിക്ക് ബിസ്ക്കറ്റും വേണം, ബ്രെഡ് വേണം, പാല് വേണം. ഇതല്ലാതെ ഞാൻ കഴിക്കൂല. ഇനി ഒന്ന് വിശ്രമിക്കണം. തിന്നൊക്കെ ഒന്ന് ദഹിക്കണ്ടേ? ഒന്ന് ചാടി മറിയട്ടെ. ഒന്ന് തലകുത്തി മറിഞ്ഞ് നോക്കാം. ആ ബിസ്ക്കറ്റ് ഒന്ന് തീർക്കണം. ചാടി മറിഞ്ഞ് നടന്നാലേ പറ്റൂ. തള്ള പറയുന്നു തീറ്റിക്കുത്തലാന്ന്. ആണോ ഗൈസ്? നിങ്ങൾ തന്നെ പറ, ഇങ്ങനെ പറയുന്നതിന് ആരെങ്കിലും തീറ്റിക്കുത്തലെന്ന് പറയുവോ? ഞാനിവിടെ ചുമ്മാതെ ഈ സാധനമൊക്കെ ഒന്ന് നശിപ്പിച്ച് നോക്കുക. ഇത് നശിച്ചാലല്ലേ അടുത്തത് മേടിക്കാൻ പറ്റൂ. കണ്ടോ, നോക്കിക്കേ. ഇതിനാണ് തീറ്റിക്കുത്തലെന്നും പറഞ്ഞ് ഇരിക്കുന്നത്. ഇനി ഒന്ന് കിടക്കണം. ഉറക്കം വരുന്നു. ആ തള്ള ആ കിടക്കെ കയറി ഇരിക്കുന്നു. ഇങ്ങനെ അറിയിച്ച തള്ളേ, ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കിടക്കയിലൊന്നും കയറി ഇരിക്കരുന്ന്? പറഞ്ഞ കേൾക്കൂല നീ. എപ്പോഴും എന്നോടൊന്ന് മയക്കും പിടുത്തവാ. എന്റെ കിടക്കയായിരുന്നു, ഞാൻ കിടക്കാൻ പോലും സമ്മതിക്കൂല. എന്നാ ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചപ്പം